ഹായ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ അതിരപ്പള്ളിയിലാണ്. അതിരപ്പള്ളി വെറ്റിലപ്പാറ 15 എന്നൊരു സ്ഥലത്താണ് ഈ ഗ്രീൻ ഹോംസ്. ഇവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത് കേട്ടോ. ഇത് അതിമനോഹരമായ ഒരു ആംബിയൻസ് ഉള്ള ഹോംസാണ് ഇവിടെ. ഞാൻ എൻ്റെ ബാക്കി നിങ്ങളെ കാണിച്ചു കേട്ടോ. ഇതാണ് റോയൽ ഗ്രീൻ ഹോംസ് അതിരപ്പള്ളി. AC നോൺ AC ആയിട്ട് 48-50 വില്ലാസ് ഉണ്ട് ഇവിടെ. ഇതാണ് ലൊക്കേഷൻ. താഴെ ചെറിയ തട്ടുകട പോലത്തെ സൗകര്യമുണ്ട്. നമ്മൾ കയറി പോണതാണ് ഈ റോയൽ ഹോംസിലേക്ക്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് അല്ലെങ്കിൽ ഗേറ്റ്, കവാടം. സ്വിമ്മിംഗ് പൂൾ, കിഡ്സ് പാർക്ക്, ഫ്രഷ് അപ്പ് വില്ലാസ്, ബാഡ്മിൻ്റൺ കോർട്ട്, ഇത്ര സൗകര്യങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് ബാക്കിൽ കണ്ടോ, അതിമനോഹരമായൊരു മലനിരകൾ, അതിരാവിലെയുള്ള സൂര്യോദയം. ഇവിടെ തുടങ്ങും. ഇത് നമ്പർ 1. ഇവിടുന്ന് മേളിലേക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങറ്റത്ത് പോയിട്ട് അവിടെ തിരിച്ചും കിട്ടും. ഇതാണ് ഇവിടുത്തെ ലാസ്റ്റ് വില്ല. 48 ചെറിയ കണ്ണിമാങ്ങകൾ ഇങ്ങനെ ഓരോ സൈഡിൽ ഇവിടുന്ന് അറ്റം വരെ, പിന്നെ അവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഏറെക്കുറെ ഒരു 20 എണ്ണം ഉണ്ടാവുമായിരിക്കും. ഇതാണ് അവരുടെ കിഡ്സ് പാർക്ക്. ചെറിയൊരു കിഡ്സ് പാർക്കാണ്. ചുമ്മാ ഊഞ്ഞാലക്കാടിയിരിക്കാം. ആ കാണുന്ന വില്ലയിലാണ് ഞങ്ങൾ താമസിച്ചത്. ഇതാണ് ഞങ്ങൾ വന്ന രാജാവ്. ഇവൻ്റെ കൂടെയാണ് ഞങ്ങൾ വന്നത്. ഇവൻ്റെ പേര് ദാരികൻ. ഇതാണ് ഇവർ നൽകുന്ന റോയൽ ഗ്രീൻ ഹോംസ് തരുന്ന സ്വിമ്മിംഗ് പൂൾ ഫെസിലിറ്റി. നല്ല പനകൾ, ഈ ഇല്ലി ചുറ്റും നല്ല ഇല്ലി, ഒരു ജാതിമരം, പിന്നെ ഇത്ര ഏരിയ ഉണ്ട്. നമുക്ക് അത്യാവശ്യം ഫ്രഷപ്പ് ചെയ്യാനുള്ള, കുളിക്കാനുള്ള, നീന്തി തുടിക്കാൻ പറ്റിയ സൗകര്യമുള്ള നമ്മുടെ വില്ലകളാണൊക്കെ 2 AC ബെഡ്റൂം, ഒരു ഹാള്, സിറ്റ് ഔട്ട്, മുകളിലെ റൂം, സിറ്റ് ഔട്ട്, അങ്ങനത്തെ വില്ലകളുണ്ട്. പിന്നെ സൂട്ട് റൂം വില്ലയുണ്ട്, 3 AC ബെഡ്റൂമിൻ്റെ. പിന്നെ 5 AC ബെഡ്റൂമിൻ്റെ സൂട്ട് റൂം വില്ലകളുണ്ട്. പിന്നെ സ്വിമ്മിംഗ് പൂളുണ്ട്, ഷട്ടിൽ കോർട്ടുണ്ട്, ചിൽഡ്രൻസ് പാർക്കുണ്ട്, 2 മലയുടെ വ്യൂ ഉണ്ട്, ഒരു 5 മിനിറ്റ് നടന്നാൽ പോയാൽ പുഴയുണ്ട്, പിന്നെ ഒരു 150 മീറ്റർ നടന്ന ഹോട്ടലുണ്ട്. എല്ലാം കൂടെ അടിപൊളിയാണ്. നിങ്ങൾ ധൈര്യമായിട്ട് പോര്, എല്ലാവരും താർക്കാവുന്നത്. ഇവിടെ നമുക്ക് സ്വന്തമായിട്ട് കുക്ക് ചെയ്യാനുള്ള സൗകര്യം എല്ലാ വില്ലാസും ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അത് അതിൻ്റെതായ സൗകര്യം, സ്റ്റൗവും നമുക്ക് ചെയ്യാനുള്ള സൗകര്യം പോലും ചെയ്തിട്ടുണ്ട്. ഭക്ഷണം എന്താണോ ഉണ്ടാക്കേണ്ടത് അത് മാത്രമായിട്ട് വരിക. പാത്രങ്ങൾ